ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ര, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ ഈശ്വരൻ നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യവും തന്ന് തൃപ്തി വരുത്തട്ടെ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യേശുവിനെ മാത്രം സ്ഥിരതയോടുകൂടി തരാൻ പറ്റുള്ളൂ. വേറെ ലോകത്തൊന്നും നമ്മൾ ഇങ്ങനെ നമ്മുടെ അകക്കണ്ണൊന്ന് തുറക്കുക. കോമൺ സെൻസ് ചിന്തിച്ചാൽ അറിയാൻ പാടില്ലേ, നമ്മളൊക്കെ ഈ ക്രിസ്തു വർഷം ഫോളോ ചെയ്യണേ. ഈ ക്രിസ്തുവിനെ ദൈവം, ലോകം സൃഷ്ടിച്ചവൻ ദൈവമാക്കി വെച്ചിട്ടാണ് നമ്മളെല്ലാവരും കൂടെ ഈ ക്രിസ്തുവിൻ്റെ പുറകെ ഓടുന്നത്. അതിനെ അംഗീകരിക്കാണ്ട് ലോകത്തിൻ്റെ ചരിത്ര പുരുഷനായിട്ടെങ്കിലും അംഗീകരിക്കുക. ഈ ക്രിസ്തു ആരാന്നൊന്ന് അന്വേഷിക്കുക. അതോടുകൂടി നമ്മൾ കട്ട ഫാനാകും. ക്രിസ്തുവിൻ്റെ ലോകത്തിൽ ഒരേ ഒരു മഹാത്ഭുതം ഉണ്ടായിട്ടുള്ളൂ. ബാക്കി മഹാത്ഭുതങ്ങളൊക്കെ ദൈവം സൃഷ്ടിച്ചതും 1 കോടി ജനങ്ങളുടെ കഠിന പ്രയത്നമാണ്. ബാക്കിയുള്ള താജ്മഹൽ എന്നൊക്കെ പറഞ്ഞ് ദൂരം മനുഷ്യർ കൂടി പണിതാണ്. അപ്പോൾ അതിനൊന്നും ഒരാൾ ലോകത്തിൻ്റെ ചരിത്രം ഉണ്ടാക്കിയത് ലോകത്ത് ഒരേ ഒരു മഹാത്ഭുതം ഉണ്ടായിട്ടുള്ളൂ. 7 മഹാത്ഭുതവുമില്ല, 10 മഹാത്ഭുതവുമില്ല, ഒരേ ഒരു മഹാത്ഭുതം. അപ്പോൾ ആ മഹാത്ഭുതം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എന്താ സംഭവിക്കണമെന്നാണ്. യേശു ജനിക്കുന്നതിന് 700 വർഷമാണ്. അത്ര വർഷം മുമ്പ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം ലോകത്തോട് സംസാരിക്കും. അവർക്ക് ഈ കേട്ടവർക്കൊന്നും അത് അനുഭവിക്കാൻ യോഗം കിട്ടിയില്ല. പക്ഷെ നമുക്ക് കിട്ടി. യഹസ്കേലിലാട്ടോ. ദൈവമേ, അവരെത്ര വർഷം മുമ്പ് ജീവിച്ചതെന്ന് കൃത്യം എനിക്കറിയാൻ പാടില്ല. യഹസ്കേൽ 36:26 പറയുക. ഇതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയതാണ്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ദൈവം വാഗ്ദത്തം നൽകുക. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. അപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ യേശുപ്പാ, എനിക്കതൊക്കെ വേണം. കാരണം എൻ്റെ ഹൃദയം കല്ല. എനിക്ക് യേശുവിൻ്റെ സ്വഭാവം വേണം, എനിക്ക് യേശുവിൻ്റെ ഇത് വേണം. അപ്പം നമുക്ക് ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം മാറി ഇതൊക്കെ ആകും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ദൈവം പറയുക, നമ്മളോ എന്തായാലും ഈ വഴിക്ക് വരാൻ പറഞ്ഞാൽ വഴിക്ക് വരില്ല. അതേ വഴിക്ക് അവിടെ ബലൂൺ ഇരിക്കണം, അവിടെ വെള്ളം ചാറണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കും. ആ വഴി അതിവിശാലവും മനോഹരമാണ്. പക്ഷെ അത് നാശത്തിയിട്ടുള്ള വഴിയാണ്. ദൈവത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും കഷ്ടപ്പാടൊക്കെയുള്ള. പക്ഷേ ദൈവം പറയണ വഴിക്ക് നടന്നാൽ മതി. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ ദൈവത്തെ അനുസരിക്കും. അത് ആത്മാവിനെ നമുക്കങ്ങ് കീഴടങ്ങിയിരിക്കാം. നമുക്കുടെ മെയിൻ പ്രാർത്ഥന അതായിരിക്കണം കേട്ടോ. അതോടുകൂടി സകല നന്മയും ബിംബടയാണ്. പിന്നെ ഒരു നന്മയും 2 നന്മയൊന്നും ചോദിക്കേണ്ട. ലോകത്തെ എല്ലാ നന്മകളും നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ എൻ്റെ നെപ്പ് കാണുമ്പോൾ അറിയാലോ. റണ്ണിങ് മെറ്റീരിയൽ ഇത് കണ്ടോ. മൊഡാല് ഒറിജിനൽ മൊഡാലാട്ടോ. 599 ഉള്ളൂ. അടിപൊളി മൊഡാലാണ്. ഒറിജിനൽ എന്നാ സോഫ്റ്റാന്ന് നോക്കി. ഇതിൻ്റെ ഒരു കുഴപ്പം, ഇത് ഇത്ര മീറ്റർ ആയിട്ടാട്ടോ വന്നെ. അത് കാരണം ഒത്തിരി പേർക്കൊന്നും കിട്ടില്ല. 6 മീറ്ററിൻ്റെ പീസുകളായിട്ടാണ് വന്നെ. അപ്പോൾ പെട്ടെന്ന് എടുക്കണം. 6 മീറ്റർ. ഇത് മൊഡാൽ സാരിക്ക് നല്ലതാണ്. ടാസിൽസ് പിടിപ്പിച്ചാൽ മതി. 6 മീറ്റർ ആകുമ്പോൾ ബ്ലൗസ് പീസ് സഹിതം നമുക്കെടുക്കാം. അടിപൊളി. അപ്പോൾ അധികം പേർക്കൊന്നും കിട്ടില്ല. റീസ്റ്റോക്ക് ചോദിക്കാൻ പെട്ടെന്ന് എടുത്തോ. നല്ല കളേഴ്സൊക്കെയാണ്. മൊഡാൽ ടോപ്പിന് ആയാലും അങ്ങനെ ഒരു പീസ് അങ്ങനെ ആയിട്ടാണ് വന്നെ. അപ്പം റോളല്ല വന്നെ. നല്ല കളേഴ്സൊക്കെ ആട്ടോ. നല്ല സിസാഗ് ഡിസൈനുകൾ. ഒറിജിനൽ മൊഡാലാട്ടോ. ഇപ്പം ആൾക്കാർക്കെല്ലാം മൊഡാല് ഭയങ്കര ഇഷ്ടമാണ്. മൊഡാലിൻ്റെ ചുരിദാർ സെറ്റും മൊഡാലിൻ്റെ സാരി മൊഡാലാണ് ഇപ്പം. മൊഡാലും ബനാറസും ആണ് ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് നിൽക്കണേ. ഇത് പ്യുവർ മൊഡാലാട്ടോ. ഒരു മിസ്സിങ്ങും ഇല്ല. അപ്പോൾ പെട്ടെന്ന് എടുത്തോ മൊഡാല്. ഇത് നമ്മൾ റീസ്റ്റോക്ക് വരുത്തിയേക്കണേ കേട്ടോ. ഇപ്പോൾ സെലിബ്രേഷനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഗവൺമെൻറ് കുഴപ്പമില്ല. എല്ലാവരും ഓണം ശരിക്കും സെലിബ്രേറ്റ് ചെയ്തില്ലേ. ഒത്തിരി ആൾക്കാർക്ക് നഷ്ടവും വരും. നമുക്ക് കേരളത്തിൽ ഈ ഓണം പോലെ ഏത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം ഒന്നുമില്ല. നമ്മുടെ കേരളത്തിൻ്റെ ഒരു സിമ്പിളാണ് കേരള. ഈ ബേജ് കളറും കേരള സാരിയും നമുക്കുടെ ഒരു നമ്മൾ അങ്ങനെ കേരളീയരുടെ ഒരു യൂണിഫോം ആണ് ഇത്. അടിപൊളിയല്ലേ. ഇത് സാരി ആക്കാം, സ്കേർട്ടും ബ്ലൗസും ആക്കാം, ഹാഫ് സാരി ആക്കാം. ഇതെല്ലാം സൂപ്പറാണ്. ഹാഫ് സാരിയുടെ സ്ട്രൈസൊക്കെ ഇത് തുണി എടുത്ത് വെച്ചിട്ടില്ലേ. ബനാറസ് കാണിക്കുന്നത് കാണിക്കാം. ഇതെല്ലാം
ഇത് 499 അല്ലേ? അപ്പോൾ മീറ്ററിൻ്റെ വില പറയാത്ത എന്ത്? എനിക്ക് കാണാണ്ടറിയാവുന്ന കാരണം രക്ഷപ്പെട്ടു. അടിപൊളിയായിട്ട് ഡയബിളാണ് ഇത്. നമ്മൾ കുറേ നാൾ ഈ കളറിൽ ഈ കളറിൽ ഉടുത്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ചുരിദാറായാലും ഇതായാലും സ്റ്റിച്ചഡ് ആയാലും ഡൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് ആദ്യം ഒരു ഡൈ ചെയ്യുക, പിന്നെ അതിൻ്റെ ഡാർക്ക് ഒന്നുകൂടെ. അതോടുകൂടി തുണിക്ക് നമ്മൾ 2-4 വർഷം യൂസ് ചെയ്തതിൻ്റെ അത്രയും കാശ് മുടക്കിയത് നമുക്ക് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ മാക്സിമം ഈ കളറിൽ യൂസ് ചെയ്യും. ഈ കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളീയരുടെ യൂണിഫോം കളർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്റ്റാൻഡേർഡ് രാജീവ് കളറ്, ബേജ് കളറ്. ഇനി പ്ലെയിൻ മൊഡാൽ, അതെന്ത് പ്ലെയിൻ മൊഡാൽ അതിൻ്റെ ഇടയ്ക്ക് കാണിച്ചില്ല. ഇതേ പ്ലെയിൻ മൊഡാലിൽ ഇപ്പം നമുക്ക് ആ പ്രിൻ്റഡ് അതൊക്കെ ബ്ലൗസ് പീസ് വേണമെങ്കിൽ ആക്കാം. പ്ലെയിൻ മൊഡാൽ സാരിക്ക് എടുക്കാം. എല്ലാം ഈ പറഞ്ഞ പോലെയൊക്കെ 6 മീറ്റർ ഉള്ളൂ. എന്തോ ഒരു റീസ്റ്റോക്ക് കിട്ടുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ചാടി വെബ്സൈറ്റിൽ എടുക്കുന്നവർ അങ്ങനെ എടുക്കുക, ഒരു പിടിയില്ല. 399. ഇതിന് ഇതിന് വിലക്കുറവാട്ടം 399. 300യോ? അതെയോ? ടീൽ ബ്ലൂ അടിപൊളിയാണ്. പെട്ടെന്ന് എടുത്തോ. നല്ല ചുമയൊക്കെ പിടിച്ചോന്നേ. ആശുപത്രിയിൽ പോകില്ല, കാണുന്ന ഗുളികയൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇന്നിപ്പോൾ പോയി ഒരു ഇഞ്ചക്ഷൻ എടുക്കണം വീഡിയോ പിടിച്ചിട്ട്. ഞാൻ പറയണ്ട, എപ്പോഴും ജലദോഷം. 399. നല്ല റെഡിഷ് മെറൂൺ ടോപ്പിനെടുക്കാം. ഇങ്ങനെ നമ്മുടെ സെമി മൊഡാൽ ഷോളുകളും ഒക്കെ വന്നില്ലേ. അപ്പോൾ നമുക്ക് സെറ്റ് എടുക്കാം. ഇങ്ങനെ ഒത്തിരി ഇതിപ്പോൾ തന്നെ തീരൂട്ടോ. നമ്മൾ ആദ്യമായിട്ട് കാണിക്കണത് കാരണം ഇതിൻ്റെ എന്തോരം കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതും നല്ലതാട്ടോ. ഓർഗൻസയിൽ അജറക് പ്രിൻ്റ് ബോർഡർ 199 രൂപയുള്ളൂ. ഇത് സ്കേർട്ട് ഇതിനൊക്കെ യൂസ് ചെയ്യാം, സാരിക്കൊക്കെ യൂസ് ചെയ്യാം. ഓണം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. ഈ തോണ ഓണം ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഭയങ്കര ആൾക്കാരെല്ലാം വെറൈറ്റി ചൂസ് ചെയ്താട്ടോ എടുത്തേക്കണേ. നമ്മൾ ജൂലൈ മുതൽ ഓണത്തിൻ്റെ തുണി വയ്ക്കണതാണ് റണ്ണിങ്. അപ്പോൾ എല്ലാവരും തന്നെ സെലിബ്രേഷൻ ഇല്ലെന്ന് പറഞ്ഞായിരുന്നേലും എല്ലാവരും നമ്മുടെ കടയിൽ എല്ലാവരും ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചതാണ്. തീരുമാനിക്കാത്ത വല്ലവരും ഉണ്ടെങ്കിൽ ഒക്കെ പെട്ടെന്ന് എടുത്തോ. 199 രൂപയുള്ളൂ. ഇതും കൊണ്ട് തന്നെ ഇതിലെ ബ്ലൗസും ബോധപൂർവം തയ്ക്കുക, അതായിരിക്കും രസം. സാരി ബ്ലൗസും കൂടി എടുത്തോ. എല്ലാം കുറേശ്ശെ എടുത്തു. ഈ ഓണം സെലിബ്രേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പാടാത്തതാണേ. അത് കാരണം റണ്ണിങ് തികയോ ഇല്ലയോ എന്ന് ഞാൻ പറയണത് കൺഫ്യൂഷൻ. ഇതും ഇങ്ങനെ ഹാഫ് സാരിക്കും ഇതിനുമൊക്കെ സാരിക്കും ഒക്കെ എല്ലാവരും ഇത് നോക്കിക്കേ. ഒരു ഭയങ്കര ഒരു ഇങ്ങനെ ഗ്രാൻഡ് ഷിമ്മർ ലുക്കും ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര രസം. ടിഷ്യൂ ഇതിനാ 220 രൂപയുള്ളൂ കേട്ടോ. ഇതൊക്കെ ഇപ്പോഴേ ഇച്ചിരൂടെ ബുക്ക് ചെയ്തേക്കാം അല്ലേ. എനിക്ക് എടുക്കാൻ പറയുമ്പോൾ ഈ ഓണം സെലിബ്രേഷൻ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയാവും ഒത്തിരി എടുക്കാൻ. എന്നിട്ട് ഞാൻ റീസ്റ്റോക്ക് ചോദിച്ചു വരുമ്പോഴത്തേനും ഒന്നും കാണൂല. അപ്പോൾ പറയണം, പെട്ടെന്ന് തീരും. ഇതെത്ര 220 220 ഉള്ളൂ കേട്ടോ. 220 പെർ മീറ്റർ. എല്ലാം പെട്ടെന്ന് എടുത്തോ. കാരണം നമ്മുടെ റണ്ണിങ് നോക്കുക, എല്ലാം വെറൈറ്റി സൂപ്പറായിരിക്കും. ഓർഡിനറി ഒന്നും എടുക്കാറില്ല നമ്മൾ. നോക്കിക്കേ, ഒറിജിനൽ അജ്രക്ക്. മറ്റേ അജ്രക് പ്രിൻ്റുകളായിരുന്നു. ഇത് ഒറിജിനൽ അജ്രക്ക. സാരി ബ്ലൗസിന്, കുർത്തയ്ക്ക്, സാരിക്ക് ഒക്കെ തീരുമെന്നല്ല പെട്ടെന്ന് തീരുമെന്ന് പറയാമെന്ന്. എന്നെയൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ കളിയാക്കും. എല്ലാം പെട്ടെന്ന് തീരുമെന്ന് പറയാം. പെട്ടെന്ന് തീർന്നിട്ടാണ്. അപ്പോൾ അവർ പറയും ഇവിടെ വരുമ്പോൾ ഇതൊക്കെ കാണുമെന്ന് ഓർക്കും. ഇവിടെ വരുമ്പോഴാണ് അറിയണേ ഞാൻ ശരിക്കും പറയണയാണല്ലോ എന്ന്. 230 ഉള്ളൂ. എല്ലാവരും തന്നെ റീസ്റ്റോക്ക് ചോദിക്കാറുണ്ട്. എനിക്ക് റീസ്റ്റോക്ക് ചോദിക്കണത് ഉള്ളു. ധൈര്യം ഇങ്ങനെ തന്നെയല്ല ഒത്തിരി എടുക്കാനേ. അങ്ങനെ ഇതിൻ്റെയൊക്കെ അറ്റത്ത് ടാസൽസ് പിടിപ്പിച്ചാൽ മതി. സാരി ആയിട്ട് യൂസ് ചെയ്യാൻ. കുറേ കഴിയുമ്പോൾ ടോപ്പാക്കാം, ഉടുപ്പാക്കാം. ഇങ്ങനെ പണ്ട് എനിക്കതായിരുന്നു തൊഴിൽ. റണ്ണിങ് എടുത്ത് മാത്രം ഞാൻ ഡ്രസ്സ് തയ്ക്കാറുള്ളൂ. അപ്പോൾ എല്ലാവരും പറയും ഒരു തുണി എങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്ന് സുനിച്ചേച്ചിയോട് പറഞ്ഞാൽ ചോദിച്ചാൽ അറിയാമെന്ന്. നോക്കിക്കേ, അതിൻ്റെ ബ്ലാക്ക് നിറച്ചാണോ വെച്ചാണേ? അല്ലല്ലോ, പെട്ടെന്ന് എടുത്തോ. അജ്രക്കൊക്കെ ലൈനിങ് ഒന്നും വേണ്ട. ടോപ്പിന് ഇങ്ങനെ എംബ്രോയ്ഡറിയും ഒക്കെ വന്ന് സൂപ്പറാണ്. ലൈനിങ് ഒന്നും വേണ്ട.
ഇത് ഹാഫ് സാരിക്ക് ആ പടം ഇട്ടേക്കാം കേട്ടോ. മറ്റേ അതിൻ്റെ അടിയിൽ വർക്കുള്ള സാധനം കൂടെ കാണിക്കാൻ പാടുന്നു. ഹാഫ് സാരി ആക്കാൻ ബനാറസ് ബുട്ടയുടെ ബോർഡർ ഇതുള്ള ഇത് കണ്ടോ. ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ഇത് കണ്ടോ, ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ട്രെൻഡാണ്. ഇതിൻ്റെ പടം ഇട്ടേക്കാം കേട്ടോ. ഇങ്ങനെ ഇത് ഇതിങ്ങനെ ഇതിങ്ങനെ മിക്സ് ആയിട്ട് ഇതും ഹാഫ് സാരി ഇങ്ങനെ പടം നീട്ടേക്കാം കേട്ടോ. ഇങ്ങനെ വരും. ഹാഫ് സാരി മാത്രമേ ഇതും ബ്ലൗസും ഇതാണ്. ചിലരുടെ ഹാഫ് സാരിയും ബ്ലൗസും കൂടെ ഇതാക്കിയേക്കണേ. പക്ഷേ എനിക്കിഷ്ടം ഇതിൻ്റെ തന്നെ ബ്ലൗസാണ്. അപ്പോൾ അങ്ങനെ ഹാഫ് സാരി അവനവൻ്റെ ഇഷ്ടം, എല്ലാം അവനവൻ്റെ ഇഷ്ടം. അപ്പോൾ ഇത് ഹാഫ് സാരിക്കല്ല, ഇതിന് അതല്ല സാരി തന്നെയായിട്ട് തയ്ച്ചോ. ഹാഫ് സാരിക്ക് നോക്കുന്നൊന്നുമില്ല. 230 രൂപയുള്ളൂ. ഇതിപ്പോൾ ഭയങ്കര ഫാഷനാണ്. ഈ വർഷം അപ്പടി സ്ട്രൈസിലാണ്. 230 രൂപയുള്ളൂ കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇതിനെത്രയാ? ഇതും 230. ഇതും 230 ആട്ടോ. ഇത് സാരിയായിട്ട് ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ഇത് എൻ്റെ അമ്മ എന്ത് സോഫ്റ്റ് ആണോ, ഇങ്ങനെ പതുപതൂന്നുള്ളത് കേട്ടോ. ഇങ്ങനെ സ്ലിമ്മായിരുന്നെങ്കിൽ ഇങ്ങനെ, പക്ഷെ കുഞ്ഞു പറയാം, കുഞ്ഞു ഇങ്ങനെ സ്ലിമ്മാലോ. ഇങ്ങനത്തെ സാരി എടുക്കുമ്പോൾ അയ്യോ ക്ഷീണിച്ചാലോ ഇരിക്കണേ മോളെ. അവർക്കാണെങ്കിൽ ക്ഷീണിച്ചിരിക്കുമെന്ന് കേൾക്കണേ ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ ആരെങ്കിലും ഞാൻ ക്ഷീണിച്ചു എന്ന് പറയണേ ആകുമ്പോൾ അവരെ കെട്ടിപ്പിടിച്ച് ചുമ്മാ കൊടുക്കാൻ തോന്നും. എന്ത് വിരോധാഭാസമല്ലേ. എൻ്റെ ഉണ്ണിക്കുട്ടനെ കാണുന്ന എല്ലാവരും ചോദിക്കും, ഉണ്ണിക്കുട്ട നീ ക്ഷീണിച്ചു പോയല്ലോടാ. അവനത് കേൾക്കണ വഴി എൻ്റെ ജനിച്ചപ്പോൾ പോലും ഇത് കേൾക്കുമല്ലോ. ചിരിക്കാൻ പറ്റില്ല. ആ ചെറുക്കനെ തീറ്റ കൊടുക്കാൻ മടുത്തു. പൗലോ കുഞ്ഞായാലും ഇങ്ങനെ, പൗലോ കുഞ്ഞിന് അത്യാവശ്യം മണ്ണമൊക്കെ ഉണ്ട്. പൗലോ കുഞ്ഞിനെ ഇടിച്ചിരുത്തി അപ്പനും അമ്മയുടെ തീറ്റിക്കും കേട്ടോ. ഉണ്ണിക്കുട്ടൻ അങ്ങനെയില്ല, കുഞ്ഞു ഇടിച്ചിരുത്തി തീറ്റിപ്പിക്കും. കുഞ്ഞിനോട് തിന്നാൻ പറഞ്ഞാൽ തിന്നൂല. പൗലോ കുഞ്ഞിനെ കഷ്ടപ്പെട്ട് തീറ്റിക്കണ കാണാം പാവും പൗലോ കുഞ്ഞ്. ഇത് 230 അല്ലേ? 230 ഉള്ളൂ കേട്ടോ. ഇത് പെട്ടെന്ന് തീരും കേട്ടോ. അടിപൊളി പേസ്റ്റച്ചാട്ടം നമ്മൾ ഓർഡർ ചെയ്തേക്കണേ. അപ്പം നമുക്ക് സാരി, ടോപ്പ്, ഹാഫ് സാരി എന്ത് വേണേലും തയ്ക്കാം. ഏത്തോണത്തെ ഓണം അടിച്ചു പൊളിക്കാൻ രേവതി വെഡ്ഡിങ് കളക്ഷനോടൊപ്പം, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം രേവതി ബ്യൂട്ടി പാർലറിൽ വന്ന് ഒരുങ്ങുക, രേവതി ടൈലറിംഗ് സെൻറ്ററിൽ തയ്ക്കുക, എല്ലാം ഉണ്ടല്ലോ യേശുവിൻ്റെ കൃപയാൽ. അടിപൊളി അടിപൊളി. 230 ഉള്ളൂ കേട്ടോ. ഒറിജിനൽ ക്രേപ്പാട്ടോ. ഡൈ ചെയ്ത് അവർ കളറാക്കിയേക്കണതാണ്. ഡയബിൾ നമ്മൾ പണ്ട് ഇത് കാണിക്കാറില്ലേ, അത് ഡൈ ചെയ്ത് കളറാക്കിയേക്കണേ. നമ്മൾ ഇനി ഡൈ ചെയ്യാൻ പോയി ഇത്രയും പെർഫെക്റ്റായിട്ട് നമ്മൾ ഡൈ ചെയ്യുമ്പോൾ വന്നുമില്ല. ഇത് കണ്ടോ, നമ്മൾ ഈ വൈറ്റ് എടുത്തിട്ട് ഭയങ്കര ആൾക്കാർ ചോദിച്ചിട്ട് നമ്മൾ റീസ്റ്റോക്ക് ഇറക്കിയേക്കണതാണ്. ഇത് ഭയങ്കര സോഫ്റ്റുമാണ്. ആ എംബ്രോയ്ഡറി ഇതൊക്കെ നോക്കുക, ഒരു ആപ്ലിക്ക് വർക്ക് പോലെയില്ലേ, കട്ട് വർക്ക് ഉള്ളിൽ. എന്തെല്ലാം ഇതാന്ന് നോക്കിക്കേ. ഇതിനെത്രയാണ്? 299 ഉള്ളൂ കേട്ടോ. വൈറ്റ് ഇങ്ങനെ ഇത് കിട്ടാൻ ഭയങ്കര പാടാട്ടോ. 299 ഉള്ളൂ. സാരിക്ക്, ടോപ്പിന് വൈറ്റും കൊണ്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഒത്തിരി സൂപ്പറാട്ടോ. ഇനി ക്രിസ്മസ് ആകുമ്പോൾ വൈറ്റ് ഇറക്കുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ പെട്ടെന്ന് എടുത്തു. ഇത് വന്നപ്പോൾ തന്നെ നമ്മൾ കുറേ റീസ്റ്റോക്ക് ചോദിച്ചു. ഒത്തിരി എൻക്വയറി ആയിരുന്നു. 299 ആണ്. അയ്യോ ഇതിനൊരു പേരുണ്ടായിരുന്നല്ലോ. ആ പേര് കൊച്ചിനോട് കുറിച്ച് വെക്കണമെന്ന് പറഞ്ഞാൽ. ഇതിന് ഡിജിറ്റൽ പ്രിൻ്റാണ്, ഫ്ലോറിൽ ഡിജിറ്റൽ പ്രിൻ്റാണ്. പക്ഷെ ഇതിനൊരു പേരൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേര് ഇതിൻ്റെ അടിയിൽ അതെല്ലാം പ്രിൻ്റ് ചെയ്ത് വിടാൻ പറ്റുമോ? വീഡിയോ കാണിക്കുമ്പോൾ അടിയിൽ ഇങ്ങനെ എഴുതി വിടാട്ടോ. ഞാൻ പറയാനോ മറന്നു പോവുക. യേശുപ്പ ചില ബ്രഹ്മിയൊക്കെ കഴിക്കണം. അടിപൊളിയല്ലേ. സാരിക്ക് നല്ലതാണ്. ഹാഫ് സാരി, ഫ്രോക്ക് എല്ലാത്തിനും നല്ലതാട്ടോ. എന്ത് രസമാണെന്ന് നോക്കി. ഇത് ഓർഗൻസി അല്ല, എന്നാൽ ടിഷ്യൂ ഓർഗൻസി കൂടെ കൂടിയൊരു ബ്ലൂമിങ് സൂപ്പർ സംഭവമാണ്. ഗ്രാൻഡ് സംഭവമാണ്. എന്ത് രസമല്ലേ. ഇനി എത്ര വില? 199 രൂപയുള്ളൂ കേട്ടോ. ഇതൊക്കെ ഒരു റോളേ ഉള്ളൂ, പെട്ടെന്ന് തീരും കേട്ടോ. ഈ ഒരു കളറുള്ള ഇത് 190 ആട്ടോ. 190 ആണ് കേട്ടോ. ഗോൾഡൻ കളറ്
നമ്മൾ ഗോൾഡൻ്റെ അല്ല, നമ്മൾ സിൽവറൊക്കെ ആയിരുന്നു വരുത്തിയായിരുന്നതെന്ന് തോന്നുന്നു അല്ലേ. ഗോൾഡൻ നമുക്ക് ആദ്യമായിട്ട് വന്നെ, അപ്പോൾ പെട്ടെന്ന് തീരും. ഗോൾഡൻ്റെ ഇത് സൂപ്പറാണ്. ഇത് 190 രൂപയുള്ളൂ, 190 രൂപയുള്ളൂ കേട്ടോ. ഗോൾഡൻ്റെ ദേ ബ്ലൗസ് വേണമെങ്കിൽ ഇതേ ആ പ്രിൻറ്റ് അത് ദേ അതിൻ്റെ അടിയിൽ കറക്റ്റല്ലേ? കറക്റ്റാ. പിന്നെ എത്ര ചേരില്ലേ? ചേരില്ലേ? ചെറിയ വ്യത്യാസമുണ്ടോ? അത് ചെയ്തില്ല. എന്നാൽ ഇതും കൊണ്ട് തന്നെ ബ്ലൗസ് തയ്ച്ചാൽ മതി. ഇത് 190 കേട്ടോ. അടിപൊളി സംഭവമാണ്. പെട്ടെന്ന് എടുത്തോ. ഓർഗൻസയിൽ ഈ ബുട്ട എപ്പോൾ വന്നാലും എല്ലാവരും എടുക്കുന്നതാണ്. പെട്ടെന്ന് എടുക്കും. സ്കേർട്ട് ബ്ലൗസിനൊക്കെ ഒത്തിരി നല്ലതാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ കാണിച്ചാൽ പെട്ടെന്ന് തീർന്നു. 600 റീസ്റ്റോക്കാട്ടോ. 150. കുറേ പേർക്ക് റീസ്റ്റോക്ക് കൊടുത്തു. ഈ വീഡിയോ പുതിയത് കാണുന്നവർക്കൊക്കെ എടുക്കാം. അടിപൊളി സംഭവമാണ്. ഇത് ലിനനോട് കൂടിയ കോട്ടൺ ആട്ടോ. നല്ല രസമുള്ള ടോപ്പിന് സാരിക്കൊക്കെ എടുക്കാം കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. ഇതിപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയലും കൊണ്ട് സാരി റണ്ണിങ് സാരിയാക്കലാണ് ഇപ്പോൾ എല്ലാവർക്കും. ഇപ്പോൾ അത് കാരണം സാരി മറ്റേ സാരിയുടെ ഇത് കുറഞ്ഞു. ഇങ്ങനത്തെയൊക്കെ സാരിയാക്കലാണ്. അപ്പോൾ വേറെ ആർക്കും കാണുമോ ഇല്ല മോഡൽ. അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ടാസൽസ് അറ്റത്ത് പിടിപ്പിച്ചാൽ മതി. ഇതേ ഫോട്ടോ എടുത്തില്ലേ? 199 രൂപയുള്ളൂ. എല്ലാത്തിനും നല്ലതാട്ടോ. ടോപ്പ് അടിക്കാം, സാരി അടിക്കാം, എല്ലാത്തിനും നല്ലതാണ്. എന്ത് രസമാണ് അതിൻ്റെ കളറ്. ഇപ്പോൾ ഈ വൈറ്റിൽ ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റ് ഭയങ്കര പുറത്തേക്ക് അപ്പടി ഏറ്റവും അധികം പോണത് ഇതാ. ഈ ചൂടിലും വൈറ്റ് ഒരു കളർ നല്ലതല്ലേ? ചൂടൊക്കെ എന്നതല്ലേ? മഴ പെയ്താലും ഇച്ചിരി ചൂട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ചുമ കൊര. അത് കഴിഞ്ഞ് പിന്നെ മഴ പെയ്യും. ഇതേ ബനാറസ് സാരിക്ക് ഒത്തിരി പേര് ഇത് സാരിക്ക് മുറിക്കണ്ടേ. ഭയങ്കര രസമാട്ടോ. ബ്ലാക്ക് ബ്ലൗസ് ഇട്ടാൽ മതി. ഭയങ്കര സോഫ്റ്റ്. ഇത് ഭയങ്കര സോഫ്റ്റാണ്. 150 രൂപയുള്ളൂ കേട്ടോ. ഇത് പെട്ടെന്ന് തീരും കേട്ടോ. ടാസൽസ് അറ്റത്ത് പിടിപ്പിച്ചാൽ മതി. പ്ലെയിൻ ബ്ലൗസ് ഇട്ടാൽ മതി. അടിപൊളി സംഭവം കേട്ടോ. 150 രൂപയുള്ളേ. ഓണത്തിന് എങ്ങനെയൊക്കെ കലക്കി അടിക്കണമെന്ന് ചിന്തിച്ചോ. മതി ബനാറസിൻ്റെ സാരി. ബനാറസിൻ്റെ സാരിയുടെ വിലയൊന്നും ആൾക്കാർ നോക്കൂല. ബനാറസ് ആണോ അതാണ്. അപ്പോൾ ഇത് 15,000 20,000 എടുക്കണത് ഭയങ്കര നഷ്ടമാണ്. കാരണം കണ്ട എല്ലാം സെയിം പോലെ ഇരിക്കും. ഈ ലുക്കും കിട്ടും. ഇതേ അടിപൊളി സംഭവങ്ങളാണ്. അടിപൊളിയാണ്. പെട്ടെന്ന് എടുത്തോ. നല്ല ബ്ലൂ, നേവി ബ്ലൂ അല്ലേ? ഓണം പ്രമാണിച്ച് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വല്ലപ്പോഴും വന്ന സാധനം കേട്ടോ. അന്നും ഇന്നും എപ്പോഴും ഇതിന് വിലയാണ്. ടോപ്പിന് നല്ലതാ. സാരിക്കൊക്കെ സൂപ്പറാണ്. 299 അല്ലേ? 299. ദൈവമേ, വില തെറ്റിച്ച് പറയുന്നത് എൻ്റെ കാശ് അപ്പടിയും പോകുന്നത്. ഈ റോളുംപടി തുണി 10 മീറ്റർ എടുത്താൽ 8.5 മീറ്റർ ഉള്ളൂ നമ്മൾ അളക്കുമ്പോൾ. 1.5 മീറ്റർ അങ്ങനെ പോകും. പിന്നെ എവർ മുറിക്കലൂടെ കഴിയുമ്പോൾ 1 മീറ്റർ പോകും. അപ്പോൾ 10 മീറ്റർ മേടിച്ചാൽ 7 മീറ്റർ ഞങ്ങൾക്ക് റണ്ണിങ് കിട്ടുള്ളൂ കാശ് നമ്മുടെ കയ്യിൽ. അപ്പം അങ്ങനെയാണ് റണ്ണിങ്ങിൻ്റെ 299 299. നേരത്തെ കാണിച്ചപ്പോൾ ഈ സെയിം വിലയായിരുന്നു. ഒത്തിരി സൂപ്പറാട്ടോ. ഒത്തിരി സൂപ്പറാണ്. പെട്ടെന്ന് എടുത്തോ. 299. ഇത് സോഫ്റ്റ് കോട്ടൻ്റെ ആട്ടോ. സെൽഫ് ഒരു സെൽഫ് ഇത് കൊണ്ട് കേട്ടോ. അതിൽ സെൽഫ് പ്രിൻറ്റുകളും ഉണ്ട്. എത്ര? 230. ഇതിങ്ങനെ പതുപതൂന്നുള്ള സോഫ്റ്റ് കോട്ടൺ ആട്ടോ. കോട്ടൻ്റെ ബലമൊന്നുമില്ല.
ഈ കോറാക്കോട്ട പോലെ ഭയങ്കര ഇങ്ങനെ ഈ എനിക്ക് എന്തെന്നാ പറയേണ്ടത് ഇതിന്, അത്രയ്ക്ക് സോഫ്റ്റ് കോട്ടനാണ്. 230 ഉള്ളൂ. ഇങ്ങനെ ഇങ്ങനെ ഈ ലിനൻ സാരി പിടിക്കില്ല ഇങ്ങനെ, അതുപോലെ ഇരിക്കും. 230 ആണ്. സാരിക്ക് നല്ലതാണ്, ടോപ്പിന് നല്ലതാണ്, കോട്ട് സെറ്റിന് നല്ലതാണ്. ലൈനിങ് ഒന്നും വേണ്ട, നെള്ളും അടിക്കില്ല. 230 230 ആണ്. അടിപൊളി സംഭവം, പെട്ടെന്ന് എടുത്തു. ഇത് കണ്ടോ, ഇപ്പോൾ ഓണമല്ലേ, ഇതാ സാരിക്ക് പറ്റില്ലായിരുന്നോ? ഏതെങ്കിലും പറ്റുമായിരിക്കും ഇവിടെ കളർ. ഇത് കണ്ടോ, ബ്ലൗസ് പീസിനോ സ്കേർട്ടിന് വേണ്ട. ഇനിയിപ്പോൾ സാരി വേണമെങ്കിൽ സാരിക്കായാൽ പോലും പറ്റും. 220 ഫുൾ മിറർ. എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഓണത്തിൻ്റെ സദ്യ തന്നെ എന്നും വിളമ്പാറില്ല. ഏതെങ്കിലും ഐറ്റം ഞങ്ങൾ സദ്യ കുറച്ച് വിളമ്പാറുണ്ടോ? എന്നും ഒരു ഓണസദ്യ തന്നെ വിളമ്പണേ, യേശുവിൻ്റെ കൃപയാൽ. എന്ത് രസമാണെന്ന് നോക്കിയാൽ 150 രൂപയുള്ളൂ. അയ്യോ എന്ത് ഭംഗിയാ. ഇതൊക്കെ ഇപ്പം തന്നെ തീരും കേട്ടോ. അതെ, അടിപൊളി. 150 രൂപയുള്ളൂ കേട്ടോ. ഒറ്റ ഒരു കമ്മലൂടെ മതി. ഒരു സിൽവർ, ആൻറ്റിക് സിൽവറും പേളും ഒക്കെ ഇങ്ങനെ ഈ കളറുള്ള ഇങ്ങനെ ഒറ്റ കമ്മലൂടെ ഇട്ടാൽ ഓണം അല്ല വലിയൊരു ഫങ്ഷനൊക്കെ ഇടാം. ഇത് കണ്ടോ, സോഫ്റ്റ് നമ്മൾ കാണിക്കാറില്ല, ഇപ്പം തീർന്നിരിക്കുമായിരുന്നു. ഹക്കോബയുടെ ഈ സോഫ്റ്റ് ഹക്കോബയില്ലേ, ഇത് സാരിക്ക് എല്ലാത്തിനും എടുക്കാം കേട്ടോ. സോഫ്റ്റ് ഹക്കോബ ഭയങ്കര രസം. ഇത് എത്ര? 230. ഭയങ്കര സോഫ്റ്റ് ഹക്കോബയാട്ടോ. നല്ല കളേഴ്സ്, 2 കളറുള്ള. 230 ഉള്ളൂ കേട്ടോ. വൈറ്റ്, പെട്ടെന്ന് എടുത്തോ. അടിപൊളി, ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് കളറൊക്കെ കേട്ടോ. ഈ ബ്ലൂ കാണുമ്പോൾ എന്നെ ബ്ലൂ കാരി എന്നാണ് ചിലപ്പോൾ വിളിക്കണേ. ബ്ലാക്ക് കോട്ടൺ ലൂറസ് പ്രിൻ്റ്. ഞാൻ ഈ പേര് പറയണ കാരണം ചിരി വന്നു പോയതാട്ടോ. കോട്ടൺ ലൂറസ് പ്രിൻ്റ്. അപ്പോൾ നമ്മുടെ വീഡിയോ യൂട്യൂബിൽ ഒരു യൂട്യൂബർ വന്ന വീഡിയോ പിടിച്ചു, ഷെൽമി. അത് ഇടുമ്പോൾ നമ്മളിടാം കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ എല്ലാത്തിൻ്റെയും പേരുകളിങ്ങനെ കോട്ടൺ ലൂറസ് പ്രിൻ്റ് ഇങ്ങനെയൊക്കെ പറയും. അപ്പം നമ്മളിങ്ങനെ എനിക്ക് ചിരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അത് കാരണം അവരെല്ലാം ചിരിച്ചതാണ്. ഞാൻ പറഞ്ഞട്ടെ, കോട്ടൺ ലൂറസ് പ്രിൻ്റ് 199. അടിപൊളിയാട്ടോ, പെട്ടെന്ന് തീരൂട്ടെ. ഇതൊക്കെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഇതിൻ്റെ പ്രിൻ്റ് വ്യത്യാസം കിട്ടുമായിരിക്കും. ഇതൊക്കെ ചെറിയ റൂളുകളായിരുന്നു, ഈ 11 മീറ്റർ അങ്ങനത്തെയൊക്കെ വന്ന റൂളുകളാണ്. ഇത് നമ്മുടെ സാധാ കോട്ടൺ പ്രിൻ്റ്, നല്ല പീസ് ചാട്ട. 150 രൂപ. കോട്ട് സെറ്റൊക്കെ തയ്ക്കാൻ നല്ലതാണ്. കുർത്ത ടോപ്പും ബോട്ടോടെ ഒരേ പ്രിൻ്റ് എടുത്താൽ മതി. ഇപ്പം ടോപ്പും ബോട്ടോ ഒരേ പ്രിൻ്റ് ഭയങ്കര ഫാഷനല്ലോ. 150 രൂപ. ഇനി ഇത് നമ്മുടെ കുറഞ്ഞ മിക്സിങ് ഉള്ള ഇത് കൂട്ട്. ഇത് മറിച്ചാണ് തന്നേക്കണേ. അതായത് ഇതാ നല്ല കളറ് അല്ലേ. ഇതിങ്ങനെ സിൽക്ക് മിക്സിങ് ഉള്ള അജ്രക് പ്രിൻ്റ് 110 രൂപ അല്ലേ. 110 പെർ മീറ്റർ. ഇത് ഭയങ്കര ഇവിടെ ചിലവാട്ടോ. ഇത് സാരിക്ക് എടുക്കാം, ടോപ്പ് എടുക്കാം, കഴുകി പറക്കിയൊക്കെ ഇടാനൊക്കെ സുഖ, ബ്ലൗസുകൾക്കും ഒക്കെ. സെമി സിൽക്ക. ഗ്രീൻ 110 രൂപയുള്ളൂ കേട്ടോ. പെട്ടെന്ന് തീരാറുണ്ട് ഇത്. പെട്ടെന്ന് എടുത്തോ, ഇഷ്ടംപോലെയുണ്ട് സംഭവങ്ങൾ. ബ്ലൂ, ബ്ലാക്ക്,
ഇത് കോട്ടയിലെ കുഞ്ഞു കുഞ്ഞ് ഡിസൈനുള്ള നല്ല കളേഴ്സാട്ടോ, നല്ല കളർ ചാർട്ടാ. എത്ര വിലയില്ലേ? ഇത് 199. സാരിക്കൊക്കെ എന്ത് രസമല്ലേ. പണ്ടത്തെ ഓർഗൻഡി സാരി ഒക്കെ ഉണ്ടോ? ആ, പ്ലെയിൻ ഓർഗൻഡി എല്ലാവർക്കും ഇല്ലായിരുന്നു, അതുപോലെയൊക്കെ ഇരിക്കണം അല്ലേ. 199. പണ്ട് പ്ലെയിൻ കളർ പ്ലെയിൻ ജോർജറ്റൊക്കെ ആയി ഫോറിൻ സാരി എന്നും പറഞ്ഞ് ഫോറിൻകാർ മാത്രം കൊടുക്കണേ, അതൊന്നും ഇവിടെ കിട്ടില്ലായിരുന്നു. അന്നേരം ഞാനിങ്ങനെ നമ്മുടെ സെൻറ്റ് അഗസ്റ്റിൻസിൽ ബോർഡിങ്ങിൽ നിന്നപ്പോൾ സീസമ്മ ടീച്ചർ എപ്പോഴും പ്ലെയിൻ സാരി പല കളറ്, അത് നോക്കി കൊതിയിട്ടുകൊണ്ടിരിക്കും. അന്നേരമൊക്കെ ഇങ്ങനെ ആശിക്കണതൊക്കെ കിട്ടാനൊക്കെ എനിക്ക് കളർ പ്രാന്തൊക്കെ ഉള്ളതാണ്. തുണി, പൂക്കൾ, സ്വർണം എല്ലാം യേശുമ്പരാൻ തന്നു കേട്ടോ. യേശുപ്പ പാവ യേശപ്പൻ, എന്തൊക്കെ മക്കൾക്ക് യേശപ്പനിലേക്ക് അടുത്തപ്പോഴാണ് എല്ലാം കിട്ടിയത്. യേശുവിന് ആദ്യമേ തന്നെന്നുണ്ടായിരുന്നു, പക്ഷേ ഹൃദയത്തിൽ എന്തൊക്കെയാണുള്ളതെന്ന് യേശു ഹൃദയത്തിൽ വന്നാലല്ലേ യേശുവിനെ അറിയാവുള്ളത്. കാരണമാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശുപ്പനെ വിളിക്കാൻ പറയണത്. നല്ല ഗ്രീൻ 199 രൂപ. ഇത് റീസ്റ്റോക്കാണ്. കഴിഞ്ഞ ഓണെ ഈ ബ്ലൂ ആരാണ്ട് ചോദിച്ചപ്പോൾ ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു എന്നോട്. ആരാണ്ടൊക്കെ ചോദിച്ചപ്പോൾ ഞാനില്ലയെന്ന് പറഞ്ഞു, തീർന്നായിരുന്നു. ഇത് 499 നമ്മൾ ഇട്ടതാണ്. എനിക്കൊരു കടയിൽ ചെന്നപ്പോൾ കുറച്ച് പീസ് ഇരിക്കണ കണ്ടപ്പോൾ ഞാൻ ഇരന്ന് പിടിച്ചു. ഇതിൻ്റെ ഫാഷൻ കുറച്ച് മുമ്പ് ഞങ്ങൾ ഇട്ടതാലോ, ഇത് കുറച്ച് തരാമോ എന്ന്. അങ്ങനെ ആട്ടോ 250 രൂപയുള്ളൂ. ഇത് സൂപ്പറാട്ടോ. യോക്കിലൊക്കെ ഇത് ഇങ്ങനെ അങ്ങ് വെച്ച് തയ്ക്കണം, കൈയുടെ അറ്റത്തും യോക്കിലും ദേ, അല്ലെങ്കിൽ താഴെ. ഭയങ്കര രസമാട്ടോ. പ്യുവർ കോട്ടൺ ആട്ടോ. എന്ത് രസമുള്ള കളറാന്ന് നോക്ക്. എൻ്റെ ഫേവറേറ്റ് കളറാട്ടോ. ഇതിനെത്രയായിരുന്നു? 240 രൂപയുള്ളേ. ഇനി എല്ലാവരും ഇത് റീസ്റ്റോക്ക് ഉണ്ടായോ എന്ന് പറഞ്ഞു. ഈ ബ്ലൂ ഒക്കെ തീർന്നായിരുന്നു, പിന്നെ റീസ്റ്റോക്ക് വന്നതിൽ ബ്ലൂ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ എല്ലാവരും ഇത് റീസ്റ്റോക്ക് ഇങ്ങനെയായിരുന്നു പിടിച്ച് ഓഫറിൽ മേടിക്കുന്ന സാധനം പിന്നെ എവിടുന്ന് റീസ്റ്റോക്ക്? അവർക്കത് ഒറിജിനൽ വില കൊടുക്കാണ്ട് കിട്ടുമോ? അവർ വല്ല 10,000 2,000 മീറ്ററൊക്കെ എൻ്റെ ബാക്കി വല്ലതും ആയിരിക്കും. അത് കാരണം ഓഫറിൽ തന്നതാണ്. ഇനി അതൊന്ന് റീസ്റ്റോക്ക് കൊടുക്കണമെങ്കിൽ ഒറിജിനൽ വില കൊടുക്കണ്ടേ, അപ്പോൾ കിട്ടില്ല. ഇതൊന്നും പിന്നെ റീസ്റ്റോക്ക് വരുത്തിയെന്ന് പറഞ്ഞാൽ കിട്ടില്ല കേട്ടോ. 240 രൂപയുള്ളൂ. അടിപൊളി അടിപൊളി. ദൈവമേ, ഒരു കൊച്ചെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ കൊച്ചി വീഡിയോ കാണണമെങ്കിൽ കിട്ടിയെങ്കിൽ മതിയായിരുന്നു. ബ്ലൂ ഇല്ല മോളെ, റീസ്റ്റോക്ക് വരുത്തി തരാമെന്ന് ചോദിച്ചപ്പോൾ അതിനോട് ഞാൻ പറഞ്ഞു ആ പ്രിൻ്റായിരിക്കും, ഇവരില്ലാന്ന് എന്നോട് പറഞ്ഞു. ബ്ലൂ ഒന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ നിരാശപ്പെടുത്തി. ഇതിനെ മറിച്ചാണ് കാണിച്ചേനെ. ഇതല്ലേ നല്ല വശം. ഇവിടെ വെളുത്തൊരു കുത്ത് കണ്ടു. ഇവിടെ നല്ല വശമായിട്ടിരിക്കും. അതെ, കുത്തൊന്നുമില്ല. ഇതാണ് നല്ലത്. പക്ഷേ ഇതിങ്ങനെ ഇരിക്കുമെങ്കിലും ഇങ്ങനെ വേണമെങ്കിലും തയ്ക്കാം. ഇത് ഇച്ചിരി ഡിമ്മായിട്ടിരിക്കുമെന്നേ ഉള്ളൂ. അന്നേരം ഇവിടെ നീറ്റാ. 240. പെട്ടെന്ന് എടുത്തോ കേട്ടോ. ബ്ലൂ ഉണ്ടല്ലോ. ഇത് ദൈവമേ, ആ കൊച്ച് കണ്ടേ. അല്ലെങ്കിൽ അതിനോട് ഈ മൊബൈലിൽ തപ്പിയെടുക്കണമെങ്കിൽ എൻ്റെ മൊബൈലിൽ സെക്കൻഡിനുള്ളിൽ 1,00,000 മെസ്സേജ് വരും. സ്വർണ്ണക്കട, തുണിക്കട, ബ്യൂട്ടി പാർലർ പ്രൊഡക്റ്റുകളും ഇതും എല്ലാം കൂടെ 240 ഉള്ളൂ കേട്ടോ. ഇത് ഡയബിളാട്ടോ, 190 രൂപ. നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ സ്ട്രൈസ്, ഓണത്തിനൊക്കെ ഇത് സൂപ്പറാട്ടോ. എടുക്കാത്തവർ എല്ലാവരും നമ്മുടെ ഇതിൽ കണ്ടവരൊക്കെ എടുത്ത് കാണും. ഇല്ലാത്തവർ പെട്ടെന്ന് എടുത്തു. 190 രൂപയുള്ളൂ. ഇത് കണ്ടോ, നല്ല ഗോൾഡൻ കളർ. മറ്റേ ഗോൾഡനും ഇതും കൂടെ കണ്ടപ്പോൾ മനസ്സിലായില്ലേ? ഈ രണ്ട് അത് അങ്ങനത്തെ ഒന്നിച്ച് വയ്ക്കുമ്പോൾ ഡിഫറൻസ് അറിയാൻ പറ്റും. ബ്ലൗസ് പീസിനൊക്കെ ഒത്തിരി നല്ലതാണ്. ഈ 2 ഗോൾഡനും, ഇത് കോപ്പറും ഇത് ഗോൾഡൻ കളറിൻ്റെ ഒരു ലൈറ്റ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇത് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ എത്രയായിരുന്നു മീറ്ററിന്? 190 രൂപ കേട്ടോ. 45 വീതിയുണ്ട്, കുറച്ചെടുത്താൽ മതി. നമ്മുടെ ഈ 60 രൂപയുടെ കോട്ട വന്നിട്ടുണ്ട്. പിന്നെ ബ്ലൗസ് പീസ് 150. ഇത് 60. ഇത് നമ്മുടെ സൂപ്പർ ഹിറ്റ് ആട്ടോ. എന്തോരം വിൽക്കണമെന്ന് വെച്ചാൽ ഇതെടുക്കാത്ത ആരും കാണില്ലായിരിക്കും. എടുക്കാത്തവരുണ്ടെങ്കിൽ ഇതെടുത്തു. ഓണത്തിന് വേണമെങ്കിൽ ഇങ്ങനെ ഉടുക്കാം. അത്ര നല്ലതാണ്. ചുരിദാറിനായാലും സാരിക്കായാലും 60 രൂപയല്ലേ ഉള്ളൂ. 110 രൂപ ഇത് 60 രൂപ. ഇതിലൊക്കെയാണ് ഈ ചുരിദാറിലെ എംബ്രോയ്ഡറികളൊക്കെ വന്നില്ലേ.
അപ്പോൾ ഈ തുണിയാലൊക്കെയാണ് 60 രൂപയ്ക്ക് അത് കിട്ടുക, നല്ല സുഖമല്ലേ. ഇത് 130, ഇത് 60 രൂപ. ഇത് 230 കേട്ടോ, സോറി, 230ഉം 60. നിങ്ങൾക്ക് റണ്ണിങ്ങിൽ വേറെ വല്ലതും കണ്ടാലും ബ്ലൗസിനെടുത്താൽ കുഴപ്പമില്ല, വില കൂടിയതൊന്നും എടുക്കണമെന്നില്ല. പിന്നെ ബ്ലൗസ് ഒരെണ്ണം തയ്ച്ചിട്ട് എല്ലാത്തിനും ഇടാട്ടോ. ഇത് 230, ഇത് 60. ഇത് നല്ല ചർച്ചയല്ലേ ഇത് ഇവിടെ. അത് സാരിക്കും നല്ലതാട്ടോ. കാണിച്ച് ഈ 230ൻ്റെ ഈ കോട്ടയൊക്കെ സാരിക്കും നല്ലതാണ്. എന്ത് ഭംഗിയത് കാണാൻ, അടിപൊളി. സാരിക്കൊക്കെ സൂപ്പറല്ലേ. ഇത് 60 രൂപയുടെ, ഇത് 230. ഇത് 60, 199. നല്ലതാണ്. ഓണത്തിന് ഉടുക്കാനും പറക്കാനും പൂവോ ഇല്ല, ഉടുത്ത് കണ്ടാൽ നല്ല ഭംഗിയാണ്. പ്രസൻറ്റ് കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഓണത്തിൻ്റെ ഇതിനോ 199, 60. പെട്ടെന്ന് എടുത്തോ ഓണക്കോടിയൊക്കെ. ഇനി സമയമുണ്ടല്ലോ തയ്ക്കാനും ഒക്കെ. തലേദിവസം വരെ ഒന്ന് നോക്കിയിരിക്കേണ്ട, അതൊക്കെ പണ്ടല്ലേ. ഇത് റീസ്റ്റോക്ക് ആട്ടോ. ഇത് ഭയങ്കര മൂവിങ് ആയിരുന്നു കേട്ടോ. ജോർജറ്റിലെ കിട്ടാത്തവരെല്ലാം എടുത്തോ. ഇത് എത്രയായിരുന്നു? 220. സാരിക്ക് കൊടുത്താണോ? വന്നെടുത്തോളാം. 199 രൂപ. ഇത് അയ്യോ 220, സോറി, 220. സാരിക്ക് വിത്തുണ്ട് കേട്ടോ, 45 ഇഞ്ച് വിത്തുണ്ട്. ഞാൻ ചുമയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഒന്നും തോന്നരുത് കേട്ടോ. നീർക്കെട്ടിന് വല്ല ഒറ്റമൂലിയുണ്ടോ? എനിക്കറിഞ്ഞൂടെ. എനിക്ക് എപ്പോഴും നീർക്കെട്ട് കയറിൽ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസലാട്ടെ. എപ്പോഴും നീർക്കെട്ട് കയറുമെന്ന് പറഞ്ഞ കാരണമെന്ന് എനിക്ക് വേണേ. ഇത് നോക്കി, 199. അയ്യോ പിന്നെ 220, സോറി, എവിടുന്ന് ഈ 199 വായി കിടക്കണമെന്ന് അറിയാമ്പോളാ. 220 കേട്ടോ, പെർ മീറ്റർ 220 കേട്ടോ. എൻ്റെ കളേഴ്സ് ഇതെല്ലാം കഴിഞ്ഞ ഓണം കിട്ടാത്തവരെല്ലാം എടുത്തോ. റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇത് ഫുൾക്കാരി കോട്ടയുടെ 130 കേട്ടോ. പെട്ടെന്ന് എടുത്തോ കേട്ടോ. 130 അല്ല, 170, 150 ഏതാണ്ടായിരുന്നു. 130 ഈ തവണ കിട്ടിയത്. പെട്ടെന്ന് എടുത്തോ, തീരും. നല്ല പൈസ ചാട്ട്. സാരിക്കൊക്കെ ഇതേ ഇങ്ങനെ മറ്റേ ഫുൾക്കാരി കോട്ടയിൽ സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. കണ്ടോ, 130 രൂപയുള്ളൂ. പെട്ടെന്ന് എടുത്തോ. അടിപൊളിയാണ്. പെട്ടെന്ന് എടുത്തോ. 130 രൂപയുള്ളൂ. ഇതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട്. അപ്പോൾ ഓണം രേവതി വെഡിങ് കളക്ഷനും ഗോൾഡൻ ഡയമണ്ട്സും രേവതി ബ്യൂട്ടി പാർലറും ടൈലറിങ്ങും ഒക്കെ ഓർക്കും ഓണം രേവതിയോടൊപ്പം ആകട്ടെ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.